One of the great nights for Al Hilal. One of the great nights for Saudi Arabian football. Manchester City are out. Al Hilal celebrates. ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ ഇംഗ്ലീഷ് കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയെ സൗദി ക്ലബ്ബ് അൽ ഹിലാൽ തകർത്തുവാരിയത് ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ക്ലബ്ബായ പെപ് ഗാർഡിയോള പരിശീലിപ്പിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റി പരിക്കുകൾ കാരണം വലഞ്ഞ ഇക്കഴിഞ്ഞ സീസണിൽ ഒന്ന് പതറിപ്പോയെങ്കിലും ക്ലബ്ബ് ലോകകപ്പിന് സിറ്റി ഇറക്കിയത് ഏറ്റവും മികച്ച സംഘത്തെ തന്നെ. ടീമിന്റെ നട്ടെല്ലായി കണക്കാക്കപ്പെടുന്ന സ്പാനിഷ് താരം റോഡ്രി ടീമിൽ തിരിച്ചെത്തുകയും മികച്ച നിരവധി പ്രതിഭകൾ വന്നു ചേരുകയും ചെയ്തു. എന്നിട്ടും പക്ഷേ ലോകം ഉറ്റുനോക്കിയ മത്സരത്തിൽ അവരെ അടിയറവ് പറയിച്ചു സൗദി പ്രോ ലീഗിൽ നിന്നുള്ള അൽ ഹിലാൽ. ലോകത്ത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയാണ് ഫുട്ബോൾ എന്നാണ് പറയാറ്. പക്ഷേ യൂറോപ്പിനും ലാറ്റിൻ അമേരിക്കക്കും പുറത്ത് അതിന് കാര്യമായ മേൽവിലാസം ഇപ്പോൾ പോലുമില്ല. ഈ രണ്ട് വൻകരകളിലെയും രാജ്യങ്ങൾ മാത്രമേ ലോകകപ്പ് ജയിച്ചിട്ടുള്ളൂ ഇതുവരെ. ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമെല്ലാം അനേകം ലോകോത്തര താരങ്ങൾ ഉദയം ചെയ്തിട്ടുണ്ടെങ്കിലും അവരെല്ലാം പേരെടുത്ത കളിത്തട്ടുകൾ യൂറോപ്പിലായിരുന്നു. കാൽപന്ത് കളിയെ പണം പെയ്യുന്ന ഒരു മാർക്കറ്റാക്കി മാറ്റിയത് യൂറോപ്പാണ്. ഇംഗ്ലണ്ട്, സ്പെയിൻ, ജർമ്മനി, ഇറ്റലി, ഒരു പരിധിവരെ ഫ്രാൻസും നെതർലാൻഡ്സും. ഇതിനപ്പുറത്തേക്ക് ക്ലബ് ഫുട്ബോളും കാര്യമായി വികസിച്ചിട്ടില്ല. ക്ലബ് ഫുട്ബോളിന് ആഗോള വൈവിധ്യം നൽകാൻ പല കാലങ്ങളിലായി റഷ്യയും ചൈനയും ജപ്പാനുമെല്ലാം ശ്രമിച്ചിരുന്നെങ്കിലും യൂറോപ്പിനോട് മത്സരിക്കാനുള്ള മികവ് അവക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ക്ലബ് ഫുട്ബോളിന് യൂറോപ്പിന് പുറത്ത് വേറിട്ടൊരു മേൽവിലാസം നൽകാൻ സൗദി അറേബ്യ നടത്തുന്ന ശ്രമങ്ങൾ സമീപകാലത്ത് കായിക ലോകത്ത് ഏറെ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. വർത്തമാന ഫുട്ബോളിലെ ഐക്കണുകളിൽ ഒരാളായ ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ക്ലബ്ബായ അൽ നസറിലേക്ക് കൂടുമാറിയത് ആ ചർച്ചകൾക്ക് ചൂട് വർദ്ധിപ്പിച്ചു. ക്രിസ്ത്യാനോക്ക് പിന്നാലെ യൂറോപ്യൻ ഫുട്ബോളിലെ മിന്നും താരങ്ങൾ വിവിധ സൗദി ക്ലബ്ബുകളിലേക്ക് കൂടുമാറാൻ ആരംഭിച്ചതോടെ മറ്റു രാജ്യങ്ങളൊന്നും നേരിട്ടിട്ടില്ലാത്ത വിമർശനങ്ങൾക്ക് സൗദി വിധേയമായി. ക്ലബ് ഫുട്ബോൾ തങ്ങളുടെ വീട്ടുകാര്യമാണെന്ന് വിചാരിക്കുന്ന യൂറോപ്യൻ മാധ്യമങ്ങളും പണ്ഡിറ്റുകളുമെല്ലാം സൗദിക്കെതിരെ വാളെടുത്തത് വളരെ പെട്ടെന്നായിരുന്നു. ഫുട്ബോളിനെ പണം കായ്ക്കുന്ന മരമാക്കി മാറ്റിയ പ്രൊഫഷണൽ ഫുട്ബോളിന്റെ വക്താക്കളും ഗുണഭോക്താക്കളും തന്നെയാണ് തങ്ങളുടെ നാട്ടിലെ ലീഗ് മെച്ചപ്പെടുത്താൻ പണമിറക്കിയ സൗദിയെ വിമർശിച്ചത്. മറ്റു പല രാജ്യങ്ങൾക്കും സ്വപ്നം കാണാൻ പോലുമാവാത്ത അടിസ്ഥാന സൗകര്യങ്ങളും സംവിധാനങ്ങളും സൗദി ഒരുക്കിയതോടെ യൂറോപ്പിൽ നിന്നടക്കം കളിക്കാർ റിയാദിലേക്ക് വിമാനം കയറാൻ ആരംഭിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇവാൻ ടോണി, സഡിയോ മാനെ, കരീം ബെൻസമ, മിലിങ്കോവിച്ച് സാവിച്ച്, റിയാദ് മെഹ്റസ്, റൂബൻ നെവസ്, വിറ്റീനിയോ, മാൽക്കം തുടങ്ങിയ വർത്തമാന ഫുട്ബോളിലെ മികച്ച കളിക്കാർ മരുഭൂമിയിലെ ലീഗ് കളിക്കാൻ എത്തി. വളരെ പതുക്കെയാണെങ്കിലും ലോക ഫുട്ബോളിൽ സൗദി സ്വന്തമായ ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുത്ത കാര്യം യൂറോപ്യൻ മുഖ്യധാരക്ക് അംഗീകരിക്കേണ്ടി വന്നു. യൂറോപ്യൻ ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങൾക്ക് ദേശീയ ടീമുകളിൽ അവസരം ലഭിക്കൂ എന്ന മിത്ത് പോർച്ചുഗലിന്റെ നാഷൻസ് ലീഗ് കിരീടധാരണത്തോടെ തകർന്നു വീണു. അതോടെ സൗദിയിലേക്ക് മികച്ച കളിക്കാരുടെ ഒഴുക്ക് തന്നെ ഉണ്ടാകുമെന്ന സ്ഥിതിവിശേഷം സംജാതമായി. അതിനിടക്കാണ് അമേരിക്കയിൽ നടക്കുന്ന ക്ലബ് ലോകകപ്പിൽ അൽ ഹിലാലിന്റെ സ്വപ്നതുല്യമായ കുതിപ്പ് ലോകത്തിന്റെ ശ്രദ്ധയിൽ വരുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ യൂറോപ്പിലെ കരുത്തരായ റയൽ മാഡ്രിഡിനെയും റെഡ് ബുൾ സാൽസ്ബർഗിനെയും സമനിലയിൽ തളച്ചാണ് അവർ രണ്ടാം റൗണ്ടിലേക്ക് മുന്നേറുന്നത്. പ്രീ ക്വാർട്ടറിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ 4-3 ഗോളിന് തോൽപ്പിച്ച് അവസാന 8ലേക്ക് മുന്നേറിയപ്പോൾ തന്നെ അൽ ഹിലാലിന്റെ മാത്രമല്ല സൗദി ഫുട്ബോളിന്റെ തന്നെ മേൽവിലാസം വാനോളം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. സൗദി പ്രോ ലീഗിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ക്ലബ്ബാണ് അൽ ഹിലാൽ. അൽ ഇത്തിഹാദ്, അൽ നസർ, അൽ ഖാദിസിയ, അൽ അഹ്ലി തുടങ്ങിയ വേറെയും മികച്ച ക്ലബ്ബുകൾ ആ നാട്ടിൽ പന്തു തട്ടുന്നുണ്ട്. യൂറോപ്യൻ ക്ലബ്ബുകളോട് കിടപിടിക്കുന്ന കേളി ശൈലിയും പ്രതിഭയുമുള്ള ആ ടീമുകൾ തീർച്ചയായും ലോക ഫുട്ബോളിന്റെ പുതിയൊരു സമവാക്യത്തിന് വാതിൽ തുറന്നിരിക്കുകയാണ്. ഫുട്ബോളിൽ സൗദി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഫലം അവർ ചെറിയ കാലം കൊണ്ട് തന്നെ കൊയ്യാനും ആരംഭിച്ചിരിക്കുന്നു. 2022 ലോകകപ്പിൽ അർജന്റീനയെ അട്ടിമറിച്ച സൗദി ഫുട്ബോൾ ടീം ലോക ഫുട്ബോളിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയെങ്കിൽ ഇപ്പോൾ സൗദിയിലെ ക്ലബ് ഫുട്ബോളാണ് കായിക ലോകത്തെ അതിശയിപ്പിക്കുന്നത്. 2034 ലോകകപ്പ് ആതിഥേയത്വത്തിനൊരുങ്ങുന്ന സൗദി തങ്ങളുടെ നാട്ടിൽ ഒരു കാൽപന്ത് കളി സംസ്കാരം സംജാതമാകുന്നത് ഫുട്ബോളിന് ഗുണം ചെയ്യുമെന്നുറപ്പാണ്. അല്ലെങ്കിലും ഫുട്ബോൾ യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും മാത്രം കെട്ടിക്കിടക്കണമെന്ന് ആർക്കാണ് ഇത്ര വാശി?